നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. എനിക്ക് പറയാൻ കഴിയുന്ന, പക്ഷെ നിന്നെ ഹോസ്റ്റലിൽ നിന്ന് പുറത്താക്കുമ്പോ ഞാൻ തടഞ്ഞില്ല എന്നും പറഞ്ഞ് ആയിഷയും ജെനിഫറും എന്നോട് വഴക്കിന് വന്നു. ഞാൻ കാരണമാണ് ഭൂമിക മാഡം നിന്നെ പുറത്താക്കിയതെന്ന് എനിക്ക് അവരോട് പറയാൻ കഴിയോ? അവരിൽ നിന്നെല്ലാം ഈ സത്യം മറച്ചു വെക്കുമ്പോ സ്വന്തം നേട്ടത്തിന് വേണ്ടി എന്നെ സ്നേഹിക്കുന്നവരെയൊക്കെ തള്ളി പറയുന്ന ഒരു ദുഷ്ടത്തിയായി പോയില്ലേ ഞാൻ? രക്ഷിച്ചവരെ തള്ളി പറയുന്നവരുടെ കൂടെ ദൈവം നിൽക്കില്ല. എന്റെ കണ്ണും പോലും ഞാൻ പ്രാർത്ഥിച്ച കേക്കില്ല. അത് നിന്റെ വെറും തോന്നലാ മീര. നീ വിളിക്കുമ്പോഴെല്ലാം ഭഗവാൻ കണ്ണൻ ഏതെങ്കിലും രൂപത്തില് നിന്റെ അടുത്ത് എത്താറുണ്ടെന്ന് നീ എപ്പോഴും പറയാറില്ലേ? ആ തെമ്മാടികള് നിന്നെ അവിടെ പിടിച്ചോണ്ടുപോയി ഇട്ടപ്പോ കണ്ണനെ വിളിച്ച് നീ കരഞ്ഞിട്ടുണ്ടാവില്ലേ? കണ്ണൻ തന്നെ ആയിരിക്കും എന്നെ അവിടെ എത്തിച്ചത്. നടന്നതെല്ലാം കണ്ണന്റെ തീരുമാനങ്ങളാ. ഹോസ്റ്റലിൽ നിന്ന് എനിക്ക് ഇറങ്ങിപ്പോവേണ്ടി വന്നത് പോലും ഭഗവാൻ നല്ലതെന്തേലും കരുതി വെച്ചിട്ടുണ്ടാവും. അങ്ങനെ സമാധാനിക്കേ, എല്ലാം ശരിയാവും മീര. എനിക്കങ്ങനെ സമാധാനിക്കാൻ കഴിയുന്നില്ല പാറു. എത്ര കാലം നിനക്ക് ഇവിടെ ഇങ്ങനെ ആരുടെയും കണ്ണിൽ പെടാതെ ഒളിച്ചു കഴിയാൻ പറ്റും? ഓരോ നിമിഷവും നീ അനുഭവിക്കുന്ന പേടിയും ടെൻഷനും എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എനിക്ക് എങ്ങനെ സമാധാനിക്കാൻ കഴിയും? ഞാൻ പറഞ്ഞില്ലേ മീര, ഭഗവാൻ എന്തെങ്കിലും തീരുമാനിച്ചിട്ടുണ്ടാവും. അങ്ങനെ സമാധാനിക്കാം അല്ലേ പാറു? നീ എന്നെ ഒരിക്കലും ശപിക്കില്ലെന്ന് എനിക്കറിയാം. അയ്യോ, ഇതെന്താ പറ്റിയ? ഞാനും പ്രിയൻചേട്ടനും ബൈക്കിൽ പോകുമ്പോ ഒരു കാറ് ഞങ്ങളെ ഇടിക്കാൻ വന്നു. അത് അവര് തന്നെയാ, ആ ലോൺ ആപ്പിന്റെ ആൾക്കാര്. നിന്നെയും ആ പെൺകുട്ടികളെയും ഞാൻ രക്ഷിച്ചില്ലേ, അതിന്റെ ദേഷ്യത്തില് എന്നെ കൊല്ലാൻ വന്നതാ. അല്ല പാറു, അവരല്ല. അവരല്ലേ? അത് നിനക്കെങ്ങനെ അറിയാം? അവര് ഇന്നലെ രാത്രി തന്നെ പോലീസ് പിടിച്ചു. സത്യാണോ മീര? സത്യമാ. നമ്മളവരുടെ വീഡിയോ ഷൂട്ട് ചെയ്തില്ലേ, ആ വീഡിയോ കണ്ടിട്ടാ പോലീസ് അവരെ അറസ്റ്റ് ചെയ്തത്. അവര് പോലീസിന്റെ പിടിയിലായെങ്കില് എന്നെ കാറടിച്ച് കൊല്ലാൻ നോക്കിയത് ആരായിരിക്കും? ഓൺലൈൻ ന്യൂസിലാ ഞാൻ കണ്ടത്. ആ ന്യൂസ് മാഡത്തിനെ കാണിച്ച് ഞാൻ മാഡത്തിനോടെല്ലാം തുറന്നു പറയട്ടെ? ഇത് ചോദിക്കാനാ ഞാൻ വന്നത്. വേണ്ട, പറയേണ്ട സമയമാകുമ്പോ ഞാൻ തന്നെ മാഡത്തിനോട് പറഞ്ഞോളാം. മുക്ത കാണിക്കുന്ന സ്നേഹം വെറും തട്ടിപ്പാണെന്ന് നിനക്ക് മനസ്സിലായല്ലോ. അതുകൊണ്ട് ഇനി അവളുമായിട്ട് ഒരു ഇടപാടും വേണ്ട. ഞാൻ പറയുന്ന മനസ്സിലാവുന്നുണ്ടല്ലോ? ആയിഷയ്ക്കും ജെനിഫറിനും എല്ലാം പാറുവിനെ കാണാൻ ആഗ്രഹം ഉണ്ടാവും. മീരയെ കൂട്ടിക്കൊണ്ടുവന്നതുപോലെ അവരെ ഇങ്ങോട്ടേക്ക് നീ കൂട്ടിക്കൊണ്ടു വരരുത്. പാറുവിനോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എന്റെ ഫോണിലേക്ക് വിളിച്ചാൽ മതി എന്ന് പറയണം. ഞാൻ ഫോൺ പാറുവിന് കൊടുത്തോളാം. അതിന് ഞാൻ ഹോസ്റ്റലിലാണോ താമസിക്കുന്നത്? അവർക്ക് പാറുവിനെ കാണാൻ തോന്നുമ്പോ നേരെ ഇങ്ങോട്ട് വരികയല്ലേ ചെയ്യാ? അവർക്കും അമ്മയെ പേടിയായിരിക്കും. അതുകൊണ്ട് അവര് മാത്രമായിട്ട് ഇങ്ങോട്ടേക്ക് വരില്ല. നിന്റെ സഹായം വേണം. അതുകൊണ്ടാണ് ഞാൻ നിന്നോട് പറഞ്ഞത്. റീജന്റെ വീട്ടിൽ പോണം, കൂടെ വരുമെന്ന് അവരെന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയാം. ഇന്നാ നിന്റെ സ്പെഷ്യൽ കോഫി. ആഹാ, എന്തൊരു സ്വാദാ. ഞാൻ ഇങ്ങോട്ട് താമസം ആയിക്കോട്ടെ അമ്മേ, എന്നീ കോഫി കുടിക്കാലോ. പിന്നെന്താ, നീ ഇവിടെ തന്നെ താമസിച്ചോ. നിന്നേവൻ സ്വന്തം അനിയത്തി പോലെയല്ലേ കാണുന്നത്. പ്രിയന് 2 അനിയത്തിമാരുണ്ടെന്ന് ഞാൻ എല്ലാവരോടും പറഞ്ഞോളാം. അല്ല, ആ കുട്ടി ഇനിയും ബാത്റൂമിൽ നിന്ന് വന്നില്ലേ? മീര വന്നോളൂ അമ്മേ. അമ്മ ഈ കോഫി ഇവിടെ വെച്ചിട്ട് അമ്മയുടെ ജോലി ചെയ്യ. ആ റൂമിൽ നിന്ന് സംസാരം കേൾക്കുന്നുണ്ടല്ലോ. അവൾ ആരോടാ സംസാരിക്കുന്നേ? അത് പാറുവിനോട്, അല്ലാതെ വേറെ ആരോടാ? പാറുവിനോടോ? പാറു ഇവന്റെ റൂമിലുണ്ടോ?
അല്പം പോലും ബോധമില്ലേ നിനക്ക്? സോറി പ്രിയ ചേട്ടാ, അമ്മ അറിയരുതെന്നുള്ള കാര്യം ഞാൻ മറന്നുപോയി.